നമസ്കാരം. ഇറാനിലെ മതഭരണകൂടത്തിൻ്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ അർദ്ധനഗ്നയായി പ്രതിഷേധിച്ച യുവതിയെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച സംഭവം ലോകമെമ്പാടും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ആ യുവതിയെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു എന്നാണ്. ഇവരുടെ പേരിൽ യാതൊരു തരത്തിലുമുള്ള കുറ്റങ്ങളൊന്നും തന്നെ ചുമത്തിയിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സ്ത്രീകൾ ഹിജാബ് ധരിച്ച് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്ന മതഭരണകൂടത്തിൻ്റെ കർശന നിലപാടിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് വിദ്യാർത്ഥിനിയായ യുവതി അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടന്നു നീങ്ങിയത്. ഇവർ ക്യാമ്പസിനുള്ളിൽ നടന്നു നീങ്ങുന്നതും ഇരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ വിവിധ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറിയ സാഹചര്യത്തിലാണ് ഭരണകൂടം പെട്ടെന്ന് തന്നെ ഇവർക്കെതിരെ കർശന നടപടിയുമായി രംഗത്തെത്തിയത്. അഹു ദർദായി എന്നാണ് ഈ യുവതിയുടെ പേര് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇവരെ വലിച്ചഴച്ചുകൊണ്ടാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത്. ഇവരുടെ ദേഹത്ത് നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ചോരപ്പാടുകൾ ഇവരെ ബലം പ്രയോഗിച്ച് കയറ്റിക്കൊണ്ടുപോയ പോലീസ് വാഹനത്തിലും കാണാമായിരുന്നു. ഈ മാസം 2-ാം തീയതിയാണ് സംഭവം നടന്നത്. പോലീസ് അഹു ദർദായിയെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് അർദ്ധനഗ്നയായി നടന്നത് എന്നാണ് സർവകലാശാല അധികൃതരും വ്യക്തമാക്കിയിരുന്നത്. ഇവർക്ക് ചികിത്സ ആവശ്യമാണ് എന്നൊക്കെയാണ് അന്ന് അധികൃതർ പറഞ്ഞിരുന്നത്. ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ളവർ യുവതിയുടെ മോചനത്തിനായി രംഗത്തെത്തിയിരുന്നു. സർവകലാശാല ക്യാമ്പസിലെ സുരക്ഷാ ജീവനക്കാർ ഹിജാബ് ധരിക്കാത്ത വിദ്യാർത്ഥിനികളോട് വളരെ മോശമായി പെരുമാറുന്നു എന്നാണ് ഇവരെല്ലാം തന്നെ അന്ന് ആരോപിച്ചത്. യുവതിയെ അടിയന്തരമായി മോചിപ്പിക്കണമെന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ അന്ന് ഇറാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്നലെയാണ് പെൺകുട്ടിയെ വിട്ടയക്കാനും കേസെടുക്കാതിരിക്കാനും കോടതി ഉത്തരവിട്ടത്. പെൺകുട്ടിയുടെ മാനസിക ആരോഗ്യനില മോശമാണെന്ന് മനസ്സിലാക്കിയാണ് വിട്ടയക്കുന്നതെന്നും അതുകൊണ്ടാണ് അവരുടെ പേരിൽ കേസെടുക്കാത്തതെന്നുമാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യുവതിയെ കുടുംബത്തിനൊപ്പം വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 1979 അന്നത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ മതഭരണകൂടമാണ് സ്ത്രീകൾക്കെതിരെ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നത്. അവയിലൊന്നാണ് സ്ത്രീകൾ മുഖാവരണം ധരിച്ച് മാത്രമേ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്നത്. ഹബീബ് ദർദായിയെ ഇനിയും സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവരുടെ നടപടി സദാചാര വിരുദ്ധമാണെന്ന് ഇറാൻ ശാസ്ത്രകാര്യമന്ത്രി ഹുസൈൻ സിമേയി അഭിപ്രായപ്പെടുന്നു. ദർദായി മാനസിക പ്രശ്നങ്ങൾ ഉള്ള വ്യക്തിയാണെന്ന അധികൃതരുടെ വിശദീകരണം ശരിയല്ല എന്നാണ് അവരുടെ അടുത്ത കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ബോധപൂർവം തന്നെയാണ് അവർ പ്രതിഷേധിച്ചതെന്നാണ് ഇവർ പറയുന്നത്. 2022 സെപ്റ്റംബർ മാസത്തിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ ഇറാൻ സർക്കാർ ക്രൂരമായ രീതിയിലാണ് നേരിട്ടത്. മഹസ് അമീനി എന്ന 22-കാരി അക്കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയത്തിനും പ്രതിഷേധത്തിനുമെല്ലാം ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മെട്രോ യാത്ര ചെയ്യായിരുന്ന അർമിത് ഗരാവന്ത് എന്ന കൗമാരക്കാരി ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു. ദീർഘനാൾ കോമ സ്റ്റേജിൽ, അതായത് അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന യുവതി പിന്നീട് മരിക്കുകയായിരുന്നു. ഇറാനിൽ ഇപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ജനമുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അമേരിക്കയിൽ പുതിയ ഭരണകൂടമൊക്കെ എത്തുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല. ഒരു കാലത്ത് ഏറ്റവും സംസ്കാരത്തിന് പേരുകേട്ടിരുന്ന ലോക സിനിമകളൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടിരുന്ന ഇറാനിൽ ഇന്നെല്ലാം നിയന്ത്രണത്തിലാണ്. കർശന നിയന്ത്രണങ്ങളാണ് എങ്ങും. മത നിയമങ്ങളനുസരിച്ചുള്ള ശിക്ഷാവിധികൾ ക്രൂരമായി തന്നെയാണ് നടപ്പിലാക്കുന്നത്. വധശിക്ഷ ലോകത്ത് ഏറ്റവും അധികം നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇറാൻ മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നത്. ഏതായാലും ഈ പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലാക്കിയതിന് വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഒരുപക്ഷെ അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിരിക്കാം അവരെ വിട്ടയക്കുന്നതിലൂടെ കാണുന്നത്.